AR റഹ്മാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ രാജാ സാറിന് പാടുമ്പോഴേ അവിടെ ചെറിയൊരു പയ്യനായിട്ട് വന്ന് പുള്ളിയെ ദിലീപ് എന്നാണ് അന്ന് വിളിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഞാനിപ്പം അങ്ങനെ അധികം സംസാരിക്കും ഇംഗ്ലീഷ് ഒന്നും ചെയ്യുന്ന ആളല്ല. ഞാനും അങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടൊന്നുമില്ല. റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഒരു കൊച്ചുകുട്ടി ഇറങ്ങി പോകുന്ന കാണുമ്പോൾ ഞാനും ആശ്ചര്യത്തോടെ അയ്യോ ഈ കുട്ടിയാണോ വായിച്ചതെന്ന്. ഞാനും ഇങ്ങനെ എൻ്റെ ഏതേതോ എണ്ണം വളർത്തേൻ, ഞാനൊരു സിന്ത, അങ്ങനത്തെ ഉള്ള എല്ലാ പാട്ടുകളിലും അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഞാനും ആശ്ചര്യത്തോടെ നോക്കി കണ്ടിട്ടുണ്ട്. പിന്നെയാണ് പെട്ടെന്ന് ഇങ്ങനെ AR റഹ്മാൻ എന്ന് പറഞ്ഞ സംഗീത സംവിധാനം റോജയിലൊരു പാട്ട് പാടാൻ ചെല്ലാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ പുറകിലൊരു ചെറിയൊരു റൂമിലായിരുന്നു അന്ന് റെക്കോർഡ് ചെയ്തിരുന്നത്. ഞാൻ പാടിയ പാട്ട് രുക്കുമണി രുക്കുമണി അക്കം പക്കോ എന്നെ സത്തം എന്നൊരു പാട്ടായിരുന്നു. അപ്പോൾ അതിന് തന്നെ ചെല്ലുമ്പോൾ ആ പാട്ടിന് കൊടുത്തിട്ട് അന്ന് പിന്നെ ഓർക്കസ്ട്രയൊന്നും രാജാ സാറിന് ഞാൻ അതുവരെ പാടിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വിത്ത് ഓർക്കസ്ട്ര പാടുക, ലൈവ് റെക്കോർഡിങ്. അല്ലാന്നുണ്ടെങ്കിൽ ട്രാക്ക് എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആ പാട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും എവിടെ തുടങ്ങണം, ഞാൻ എവിടെയാണ് എൻ്റെ ലൈൻ പാടേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ എനിക്ക് നോട്ട് ചെയ്ത് വെച്ച് പാടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇത് അങ്ങനെയല്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം അവിടെ ഇരുന്ന് ഒരു റിതം പാറ്റേൺ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കും. കീബോർഡിൽ അദ്ദേഹം എനിക്ക് വായിച്ചു തരുമായിരുന്നു. കൂടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും, കൂടെ ഇരുന്ന് വായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പാട്ട് പൂർണ്ണമായിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് ബാലു സാറാണ് ആ പാട്ടെൻ്റെ കൂടെ, സിബി സാറും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് എൻ്റെ ലൈൻസ് അന്ന് പാടിയത്. അപ്പോൾ ഈ പാട്ട് എങ്ങനെ ഇരിക്കുമെന്ന് പാടിക്കഴിഞ്ഞ് വരുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ പടം ഓഡിയോ റിലീസ് കഴിഞ്ഞ ശേഷമാണ് ആ പാട്ടിന് അദ്ദേഹം കൊടുത്തിരുന്ന ട്രീറ്റ്മെൻറ്റും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ സിറ്റുവേഷൻ അനുസരിച്ച് അതെങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്ചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്ങിന് പാടുന്നത്. പിന്നെ അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി കേട്ട് ഉള്ള രീതിയിലുള്ള റെക്കോർഡിങ്സും ചെയ്തു തുടങ്ങി. പക്ഷേ ലൈവ് റെക്കോർഡിങ് ഞാൻ അദ്ദേഹത്തിന് അവിടെ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് പാടിയിട്ടുള്ള ഒരുപാട് നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ എന്നെക്കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു പാട്ടെങ്കിലും ഒരു സ്റ്റേജിൽ പാടാണ്ട് എനിക്ക് വരാൻ സാധിക്കാത്ത വിധത്തിലുള്ള നല്ല പാട്ടുകൾ തന്നിട്ടുണ്ട്. കണ്ണാളനെ, മലറുകൾ കേട്ടേൻ, ഉയിരേ, மலர்களே இது என்ன கனவா, மலைகளே இது என்ன நினைவா, உருகியதே எனதுள்ளம். പിന്നെ തൊട മലർന്നത് തന്നെ പൂവേ, എന്മേൽ വീഴുന്ന മഴത്തുള്ളി, അങ്ങനെ പറയുകയാണെങ്കിൽ ലിസ്റ്റ് കുറേ ഉണ്ട്. കുറേ നല്ല പാട്ടുകൾ എന്നെ കൊണ്ട്, അഴക് നിലവ് എന്നൊരു പാട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. അങ്ങനെ കുറേ നല്ല പാട്ടുകൾ അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്കൊരു പേര് ഹിന്ദി സിനിമാ മേഖലയിലും എനിക്കൊരു പേരുണ്ടാക്കി തന്ന പാട്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ണാളനെ എന്നുള്ള പാട്ട്. കണ്ണാളനെ எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டு ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடம் மாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே, வலி தீர வழி என்னவோ. Hi, this is AR Rahman and I'm coming to Dubai to perform for you on the 17th of March at the Sharjah Cricket Stadium. This show is brought to you by Mathrubhumi and I look forward to seeing you all there.